2018-19 രജിസ്ട്രേഷൻ. സ്വിഫ്റ്റ് ഡിസയർ. 2010 ലോഗൺ ഡീസൽ. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 78,000 കിലോമീറ്റർ. 78. 2010 വാഗണർ VXI. റീപ്ലേസ്മെന്റ് ജെന്യൂൻ കിലോമീറ്റർ ആണ്. 74,000 കിലോമീറ്റർ. സെക്കൻഡ് ടയർ ആണല്ലേ? സെക്കൻഡ് ടയർ. അതായത് കേരള വണ്ടിയാണെങ്കിൽ പോലും ഇതേ ക്വാളിറ്റി ഉണ്ടാവത്തില്ല, അത്ര നല്ല ക്വാളിറ്റിയാണ്. അപ്പം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് 2011 മോഡൽ വാഗണർ LXI ആണ്. ഇത് വണ്ടി ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. കുറച്ച് പെയിന്റിങ്ങിന്റെ വർക്കുകളൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്തിട്ടില്ല. അതെ. അപ്പം സ്കിപ്പ് അടിച്ച് പോകരുത്. നിങ്ങൾക്ക് എല്ലാവരും ഞാൻ ആദ്യമേ പറഞ്ഞിരുന്ന ആ ഒരു മത്സരം നമ്മളിവിടെ തുടങ്ങുകയാണ്. 30K കഴിഞ്ഞിട്ടുണ്ട്. 500 പേരും കൂടി ആയിട്ടുണ്ട്. കാരണം നേരത്തെ എടുത്തു വെച്ച വീഡിയോകളെല്ലാം വന്നുകൊണ്ടിരുന്നത് കൊണ്ടാണ് അത് പറയാതിരുന്നത്, മനഃപൂർവ്വം പറയാതിരുന്നതല്ല. അപ്പോൾ നമ്മുടെ മത്സരം എന്ന് പറയുന്നത് 30K തൊട്ട് 50K വരെ വരുന്ന വീഡിയോസിൽ നിന്നുള്ള മത്സരമാണ്. അതായത് നമ്മളെ വീഡിയോസ് എല്ലാം നിങ്ങൾ കാണുക, കണ്ടിട്ട് ആ വീഡിയോയിൽ നിന്ന് നിങ്ങൾക്ക് നമുക്ക് തരാൻ പറ്റുന്ന നല്ല നിർദ്ദേശങ്ങൾ എന്തൊക്കെയാണെന്നുള്ളത് നിങ്ങൾ മെൻഷൻ ചെയ്യുക. ഈ മെൻഷൻ ചെയ്യുന്ന ഓരോ കമൻറ്റുകളിലും ഏറ്റവും കൂടുതൽ ലൈക്ക് വരുന്ന കമൻ്റ് ആയിരിക്കും നമ്മൾ തിരഞ്ഞെടുക്കപ്പെടുന്നത്. പിന്നെന്ന് പറഞ്ഞാൽ സമ്മാനമായിട്ട് കൊടുക്കുന്നത് ഇയർബഡ്സ് ആണ്. ഒരു ബോട്ടിൻ്റെ നല്ലൊരു ഇയർബഡ്സ് ആണ് നമ്മൾ ഇത്തവണ സമ്മാനമായിട്ട് തരുന്നത്. അപ്പോൾ നമ്മൾ ഈ വീഡിയോയിൽ പറയുന്ന ഈ കാര്യം തന്നെ നമ്മൾ എല്ലാ വീഡിയോസിലും നമ്മൾ തുടക്കം കൊടുക്കുന്നതായിരിക്കും. വേറൊന്നും കൊണ്ടല്ല, കാരണം ഈ വീഡിയോ നമ്മളെ സ്ഥിരം കാണാത്തവരായിട്ടുള്ള പ്രേക്ഷകർ, പുതുതായിട്ട് കാണുന്നവർക്ക് ഇത്തരത്തിലൊരു സമ്മാനം ഉണ്ട് എന്നുള്ളതൊന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ വീഡിയോയിലും ഇത് ഇൻക്ലൂഡ് ചെയ്യുന്നതായിരിക്കും. അരോചകമായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ ക്ഷമിക്കുക, കാരണം പുതിയ ആൾക്കാർക്ക് അത് മനസ്സിലാകാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ അത്തരത്തിലുള്ള സമ്മാനം കൂടി ഇനി മുതൽ നമ്മളെ വീഡിയോ കാണുന്ന എല്ലാ പ്രേക്ഷകർക്കും ഉണ്ടാകുന്നതായിരിക്കും. അപ്പം വീഡിയോ ആരും മിസ് ചെയ്യരുത് മാത്രമല്ല, നല്ല നല്ല കമൻസുകൾ, വേണ്ടുന്ന കമൻസ്, അതായത് 1ാം സ്ഥാനം 2ാം സ്ഥാനം മൂത്രമൊഴിക്കാൻ പോയിട്ട് 2ാം സ്ഥാനം ആയിപ്പോയി എന്നുള്ള ആ സ്ഥിരം കമൻസുകളല്ല, അല്ലാതുള്ള നല്ല മോട്ടിവേറ്റായിട്ട്, അതായത് പറഞ്ഞാൽ അതിനൊരു റീസൺ ഉണ്ട്. ഒരു വണ്ടിയെക്കുറിച്ച് ചോദിച്ചപ്പോൾ ഇന്ന കാര്യങ്ങൾ പറയാമായിരുന്നു എന്നൊക്കെ നമ്മൾ പറയില്ലേ, അത്തരത്തിൽ പറയാവുന്ന നല്ല കമൻസുകൾ നിങ്ങൾ തരിക. അതിലേറ്റവും കൂടെ ലൈക്ക് വീഴുന്ന ഏത് കമൻറ്റിനാണെന്നുള്ളത് നോക്കി ആ കമൻറ്റ് അയച്ച ആൾക്കാർക്കും നമ്മൾ സമ്മാനം കൊടുക്കുന്നത്. ഹായ് ഫ്രണ്ട്സ്, സനുവാണ്. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ നമ്മൾ ഇന്ന് വന്നേക്കുന്നത് ഈഞ്ചക്കൽ സുഭാഷ് നഗർ എന്ന് പറയുന്ന സ്ഥലത്താണ് വന്നേക്കുന്നത്. പുതിയ ഷോപ്പാണ്. ഷോപ്പിൻ്റെ പേര് ബെസ്റ്റ് കാസ് എന്നാണ് ഷോപ്പിൻ്റെ പേര് വന്നേക്കുന്നത്. കുറഞ്ഞ ബഡ്ജറ്റിലുള്ള വണ്ടികൾ, പിന്നെ ഒമിനി, ഓൾട്ടോ, ഷെവർലെറ്റ്, അങ്ങനെ നിങ്ങൾ നോക്കാൻ ആഗ്രഹിക്കുന്ന ചെറിയ എമൗണ്ടുകൾക്കുള്ള ഒരുപാട് വണ്ടികൾ വന്ന് കിടപ്പുണ്ട്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ ക്വാളിറ്റിയും കാര്യങ്ങളും ചെക്ക് ചെയ്ത് ചോദിക്കുന്നതിനോടൊപ്പം ഈ സ്ഥാപനത്തിൻ്റെ ഓണറായ പേരെന്താണ് ഏട്ടാ? ബിജു. ഇങ്ങോട്ട് മടിച്ച് നിൽക്കാതെ, അറച്ച് നിൽക്കാതെ വരണം. അപ്പം ഞാൻ പറഞ്ഞിട്ടുണ്ട് സുഭാഷ് നഗർ എന്നുള്ള പറഞ്ഞുകൊണ്ട്. പിന്നെ എന്തെങ്കിലും ലാൻഡ് മാർക്കോ കാര്യങ്ങളോ എല്ലാം രാമേന്ദ്ര സൂപ്പർ മാർക്കറ്റ് ഓപ്പോസിറ്റ്. ഇത് എവിടെ കിടക്കുന്നു? രാമേന്ദ്ര കുറച്ച് അങ്ങോട്ട് മാറിയിട്ടാണ്, ഇത്തിരി നേരെ ഓപ്പോസിറ്റ് അല്ല. അപ്പം നമ്മളെ ഈ വീഡിയോയിൽ കാണിക്കാൻ പോകുന്ന ഏകദേശം എത്ര രൂപയുള്ള വണ്ടികളാണ്? ഇപ്പം ബഡ്ജറ്റ് കുറഞ്ഞതായിട്ടുള്ള ഓൾട്ടോ മാത്രമേ ഉള്ളൂ. 2001 മോഡൽ ഓൾട്ടോ. അത് എത്ര ചോദിക്കുന്നത്? അത് 68 രൂപ. ലാസ്റ്റ് പ്രൈസ് ആണോ ചോദിക്കാൻ പോകുന്നത്? ഈ വീഡിയോയിൽ ഏറ്റവും അവസാനം പറയുന്ന പ്രൈസ് ആണോ? ഫൈനൽ ആയിട്ടുള്ള പ്രൈസ് ആണ് പറഞ്ഞിരിക്കുന്നത്. ഫൈനൽ ആയിട്ടുള്ള പ്രൈസ് ആണ്. 68 രൂപ. അതിനകത്ത് ഇൻഷുറൻസ് തീർന്നിട്ടുണ്ടെങ്കിൽ പുതിയ ഇൻഷുറൻസ് കൂടെ എടുത്തു കൊടുക്കും. 2026 വരെ പേപ്പർ ക്ലിയർ ആണ്. സിംഗിൾ ഓണർ ആണ്. പറയല്ലേ, അത് വീഡിയോ തുടങ്ങുമ്പോൾ കാണിക്കാലോ. ഞാൻ ചോദിച്ചത് 68,000 രൂപ തൊട്ട് തുടങ്ങുന്ന വണ്ടികൾ. ഇപ്പൊ അതിനകത്ത് അത് താഴെ വേറെ വണ്ടിയില്ലല്ലോ. ഇതൊക്കെ ഇത് ഒരു കൊണ്ടിട്ടിരിക്കുന്നതാണ്. ഈ നിങ്ങൾ പറഞ്ഞില്ലേ ആ പുള്ളിയുടെ വണ്ടിയാണ്. ഏകദേശം എത്ര നമുക്കൊരു 90 രൂപ ചോദിക്കാം. 90. അപ്പൊ 68 68 AC അല്ലേ? AC 68,000 രൂപയ്ക്ക് AC കാറുകൾ മുതലാണ് നമ്മൾ ഇവിടുത്തെ വീഡിയോ നമ്മൾ സ്റ്റാർട്ട് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വണ്ടികളുടെ വിശേഷങ്ങളും കാര്യങ്ങളും ചെക്ക് ചെയ്ത് നോക്കിയിട്ട് വരാം. ഓക്കെ. 2001 ഓൾട്ടോ LX AC മാത്രം. ഇല്ല, AC മാത്രമേ ഉള്ളൂ. സിംഗിൾ ഓണർ. കിലോമീറ്റർ ഒക്കെ എന്താ ഓടി? കിലോമീറ്റർ 1 കഴിഞ്ഞു. ജനുവൻ കിലോമീറ്റർ ആണ്. സിംഗിൾ ഓണർ ആണ്. റീപ്ലേസ്മെന്റ് ഫ്രണ്ട് ഗ്ലാസ് ചെറുതായിട്ട് ക്രാക്ക് ഉണ്ട്. മാറിയിട്ടില്ല. ഇല്ല, മാറാതെ നല്ലത്. മാറി കഴിഞ്ഞാൽ ആക്സിഡന്റ് ആണെന്ന് പറയുന്നത്. മാറാതല്ല. ഈ സീറ്റിൽ എന്തോ ഒരു വര, സീറ്റില് ഒരു റെഡ് വരയാണ്. നേരത്തെ പഴയ സീറ്റ് കവർ ഉണ്ടായിരുന്നതാണ്. അതിൻ്റെ ആയിരിക്കും. ടയർ, ഫ്രണ്ട് ടയർ കുഴപ്പമില്ല, ബാക്ക് ടയർ ആവറേജ്. എത്ര ചോദിക്കുന്നത്? ഇത് നമുക്ക് ഫൈനലായിട്ട് 68,000 രൂപ. ഇത് ആ വണ്ടി. 68. ഓക്കെ.
ഇതിന്റെ പേപ്പറൊക്കെ ഇനി എത്ര നാളുണ്ട്? 2026 വരെ പേപ്പർ. 26 വരെ ഉണ്ട്. 26 വരെ ഉണ്ട്. ഇൻഷുറൻസ് തീർന്നിട്ടുണ്ട്, പുതിയ ഇൻഷുറൻസ് എടുത്തു കൊടുക്കും. 2014 ഓൾട്ടോ കേട്ടൺ VXI. ഓണർഷിപ്പ് എത്രയാണ്? ഓണർഷിപ്പ് 3 ഓണർഷിപ്പ്. 3. കിലോമീറ്റർ 48,000 കിലോമീറ്റർ. 48 ജനുവിൻ കിലോമീറ്റർ ആണ്. ജനുവിൻ കിലോമീറ്റർ ആണ്. വേറെ അപാകതകൾ ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. വണ്ടിക്കകമൊക്കെ കേട്ടൺ VXI ആണ്. VXI നല്ല ടയേഴ്സാണ്, കുഴപ്പമില്ല. ബാക്ക് സീറ്റ് കവറും കാര്യങ്ങളൊക്കെ കൊള്ളാം. നല്ല ടയറുണ്ട് അല്ലേ? ടയറെല്ലാം കൊള്ളാം. എത്ര ചോദ്യം? എത്ര ഇത് 255. 255 ലാസ്റ്റ് പ്രൈസ് ആണോ? ലാസ്റ്റ് പ്രൈസ് ആണ്. ആണ്. ഈ കണ്ടിട്ട് വരുന്നവർക്ക് പിന്നെ ബാർഗനിങ്ങിനുള്ള ഓപ്ഷൻ ഇല്ലല്ലോ? ഇല്ല, നമ്മൾ ഫൈനലായിട്ടുള്ള പ്രൈസാണ് പറയുന്നത്. കിട്ടേണ്ട പ്രൈസാണ് പറയുന്നത്. കിട്ടേണ്ട പ്രൈസാണ് പറയുന്നത്. 2010 ലോഗൺ ഡീസൽ. എത്ര കിലോമീറ്റർ ഓടി? കിലോമീറ്റർ 78,000 കിലോമീറ്റർ. 78 ജനുവിൻ കിലോമീറ്റർ ഒക്കെ ആണേ. കിലോമീറ്റർ ഇത് കസ്റ്റമർ പാർക്ക് ആൻഡ് സെയിലാണ്, നമുക്കപ്പോൾ പറയാൻ പറ്റത്തില്ല. ഓക്കെ. വണ്ടിക്ക് അകമൊക്കെ പക്ഷെ നല്ല വൃത്തിയുണ്ട് കേട്ടോ, കാണാൻ കൊള്ളാം. നല്ല സീറ്റ് കവറും കാര്യങ്ങളൊക്കെ ഇട്ട് നല്ല അടിപൊളിയായിട്ട് ഇരുമുണ്ട്. മാനുവലാണ് അല്ലേ? അല്ല എന്താ, ബേസ് ആണ് അല്ലേ? ബേസ് ആണ്. ടയർ കണ്ടീഷൻ അത്യാവശ്യം ഉപയോഗിക്കാറുണ്ട്. ഇതൊക്കെ കവന്ന പാടൊക്കെ കിടക്കുന്നുണ്ട് ഇതിനകത്ത്. അതൊക്കെ ക്ലിയർ ചെയ്തെല്ലാം ക്ലിയർ ആക്കി തന്നെ കൊടുക്കും. എത്ര ചോദ്യം? നമുക്ക് ഫൈനൽ ഇത് 85,000 രൂപ കൊടുക്കാം. 85. AC കാര്യങ്ങളൊക്കെ വർക്കിംഗ് ആണ്. വേറെ അപാകതകൾ പറയാൻ റീപ്ലേസ്മെന്റ് ഇല്ല. ഇല്ലല്ലേ? ഇതിന്റെ പേപ്പർ കാര്യങ്ങളൊക്കെ ഇനി എത്ര നാളുണ്ട്? പേപ്പർ 2025 വരെ ഉണ്ട്. 2010 വാഗണർ VXI. റീപ്ലേസ്മെന്റ് ജനുവിൻ കിലോമീറ്റർ ആണ്. 74,000 കിലോമീറ്റർ. സെക്കൻഡ് ടയർ ആണല്ലേ? സെക്കൻഡ് ടയർ. റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ഇത് നമ്മളെ വണ്ടി ഇവിടെയുള്ള വണ്ടിയാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വിശ്വസിച്ച് പറയാം. സീറ്റ് കവർ കാര്യങ്ങളൊക്കെ ഉണ്ട്. അത്യാവശ്യം ആവറേജ് ക്വാളിറ്റി കാര്യങ്ങളൊക്കെ ഉണ്ട്. എങ്ങനെയാണ് ചോദ്യം? ചോദ്യം എത്രയാ? ഇത് 2,18,000 രൂപ ലാസ്റ്റ് പ്രൈസ്. ഞാൻ ഈ ലാസ്റ്റ് പ്രൈസ് എടുത്തെടുത്ത് പോയി കഴിഞ്ഞാൽ പിന്നെ ഒരു സംസാരത്തിന്റെ ഒരു ഇത് വരാൻ വേണ്ടിയിട്ടാണ് അങ്ങനെ പറയുന്നത്. വേറെ അപാകതകൾ ഒന്നുമില്ല. ഒരു റീപ്ലേസ്മെന്റ്, ഒരു ഗ്ലാസ് കാര്യങ്ങളൊന്നും ഒന്നുമില്ല. ഫോർഡോ പവർ വിൻഡോ, AC, പവർ സ്റ്റിയറിംഗ്. വണ്ടിയിലേ ഇവിടുത്തെ റോഡ് പണിയിലൊക്കെയാണോ ഈ അഴുക്ക്? കഴുകിയാലും തീരത്തില്ല. 2014 VXI സ്വിഫ്റ്റ്. വണ്ടി ഏതാന്ന് പറ. 1,00,000 സ്വിഫ്റ്റ് VXI. അത് കാണാൻ പറയാലോ. ചിലത് അറിയാൻ പറ്റാത്ത അങ്ങനെ പ്രസന്റ് ചെയ്ത് പോവല്ലേ. 1,14,000 കിലോമീറ്റർ. ഡീസലാണോ? പെട്രോള്. വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. ആൻഡ്രോയിഡ് സിസ്റ്റം കാര്യമല്ല, ടച്ച് സ്ക്രീൻ വെച്ചിട്ടുണ്ടല്ലേ? ടയറൊക്കെ അത്യാവശ്യം കൊള്ളാം. നല്ല ടയേഴ്സ് ഉണ്ട്. റീപ്ലേസ്മെന്റ് ആയിട്ട് ഒന്നുമില്ല. റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 380. 380. അത് ഫൈനൽ പ്രൈസ് ആണ്. എത്ര രൂപ നമുക്ക്? 3,50,000 രൂപ ലോൺ വേണമെങ്കിൽ ചെയ്യാം. അപ്പോൾ ഒരു 30 രൂപ വേണ്ടി എടുക്കാം. എത്ര വർഷം വരെയൊക്കെ ലോൺ സൗകര്യം കിട്ടും? ഇത് 3 വർഷം. 3 വർഷം. അപ്പോൾ ഇതിപ്പം 30,000 തന്ന് എടുക്കുകയാണെങ്കിൽ ഏകദേശം ലോൺ സൗകര്യമൊക്കെ എങ്ങനെ വരും? പെർ ലാക്കിന് നമുക്ക് ഒരു 3,500 ആ റേഞ്ച് കിടക്കേണ്ടി വരും പെർ ലാക്കിന്. 2018-19 രജിസ്ട്രേഷൻ സ്വിഫ്റ്റ് ഡിസയർ. ഇത് അവസാനം ഡീസൽ നിർത്തിയ മോഡലാണ്. ഏറ്റവും ടോപ്പ് എൻഡ് മോഡലാണ്. ZDI പ്ലസ്. എത്ര ഓടി? 90,000 കിലോമീറ്റർ. കറക്റ്റ് ആണ്. സിംഗിൾ ഓണറാണ്. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. വണ്ടിക്കകമൊക്കെ അത്യാവശ്യം നല്ല നീറ്റാണ്. ഇതിലും ടച്ച് സ്ക്രീൻ. ഈ ടച്ച് സ്ക്രീൻ ഇത് വന്നതാണോ അതോ? ഇല്ല, ഇത് രണ്ടാ വെച്ചാണ്. ഈ ടയറൊക്കെ അത്യാവശ്യം നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. അത്യാവശ്യം എല്ലാം പുതിയ ടയറാണ്. ഉണ്ട്, നല്ല പുതിയ ടയർ. റീപ്ലേസ്മെന്റ്സ് ആയിട്ട് എന്തെങ്കിലും? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 6,30,000 രൂപ.
630. അപ്പം ഇതൊക്കെ നമുക്ക് എത്ര രൂപ ഇറക്കാം? ഇത് നമുക്ക് ഒരു 5,000 രൂപ, പിന്നെ ITR ഒക്കെ ചെയ്യുന്ന കസ്റ്റമർക്കാണെങ്കിൽ 6 രൂപ ലോൺ ചെയ്യാം. 6 വരെ കിട്ടും. ടൊയോട്ട ക്യാമറി 2005 മോഡലാണ്, സിംഗിൾ ഓണറാണ്, 1,20,000 കിലോമീറ്റർ. ഡീസലാണോ? പെട്രോളാണ്. റീപ്ലേസ്മെന്റ്സ് എന്തെങ്കിലും? ഒന്നുമില്ല. വണ്ടിക്കകം സീറ്റൊക്കെ ഇത്രയും പഴക്കം ആയതിൻ്റെ ഒരു ചെറിയ കാര്യങ്ങളുണ്ട്. ടയറൊക്കെ എങ്ങനെയുണ്ട്? ടയർ ആവറേജ് ടയർ. എത്ര ചോദിക്കുന്നേ? ചോദ്യം 3,20,000 രൂപ. 3,20,000. 2029 വരെ പേപ്പർ ക്ലിയർ ആണ്. ഇത് മൈലേജ് എന്തോ കിട്ടും ഈ വണ്ടിക്ക്? മൈലേജ് ഒരു 12-14 ആ റേഞ്ച് നോക്കിയാൽ. i10 2011 മോഡൽ. ഇത് സിംഗിൾ ഓണറാണ്, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നുമില്ല. വർഷങ്ങൾ ഒരുപാട് ഓടിയ വണ്ടിയാണെങ്കിലും അണ്ണൻ്റെ സിംഗിൾ ഓണർ ഒക്കെ തന്നെ വരുന്നത്. ഇത് സിംഗിൾ ഓണർ തന്നെയാണ്. ഓണർഷിപ്പ് ഒക്കെ കറക്റ്റാണ്. അത് നമുക്ക് ബുക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ലല്ലോ. അതുകൊണ്ടാണ് ഞാൻ എടുത്ത് ചോദിച്ചത്. അതുകൊണ്ട് എല്ലാ വർഷം ഒരു 2000 ആണെങ്കിലും സിംഗിൾ ഓണറാണ്. കിലോമീറ്റർ 57,000 കിലോമീറ്റർ. 57. ഓക്കെ. വണ്ടിക്കകം കൊള്ളാം, നല്ല വൃത്തിയായിട്ട് സർവീസൊക്കെ ചെയ്ത് മെനയായിട്ട് വെച്ചിട്ടുണ്ട്. ടയർ കണ്ടീഷനൊക്കെ എങ്ങനെയുണ്ട്? ഫ്രണ്ട് 2 പുതിയ ടയറാണ്. ബാക്ക് അത്യാവശ്യം കുറച്ച് ഉപയോഗമുണ്ട്. ബാക്ക് ടയർ കുഴപ്പമില്ല, അത്യാവശ്യമുണ്ട്. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ലല്ലോ? ഒന്നുമില്ല. എത്ര ചോദിക്കുന്നത്? ഇത് 1,95. 1,95. 2009 സെക്കൻഡ് ഓണറാണ്, 1,00,000 കിലോമീറ്റർ ഓടി. ഒന്ന് കഴിഞ്ഞു. റീപ്ലേസ്മെന്റ്സ് ഒന്നുമില്ല. സാധാരണഗതിയിൽ ഒരു ഗ്ലാസ് എങ്കിലും മാറിയിട്ട്, ഇതിലൊരു ഗ്ലാസ് പോലും മാറിയിട്ടില്ല. അതാണ് ഇതിന്റെ പ്രത്യേകത. ടെസ്റ്റ് ഇപ്പോൾ കഴിഞ്ഞിട്ട് 5 ദിവസമേ ആയിട്ടുള്ളൂ. 5 വർഷത്തേക്ക് പേപ്പർ ക്ലിയർ ആണ്. അപ്പോൾ പിന്നെ ആ വഴി നോക്കണ്ട. ഈ വണ്ടിക്കകമൊക്കെ കൊള്ളാം. ടെസ്റ്റ് കഴിഞ്ഞെന്ന് പറയുമ്പോൾ തന്നെ വണ്ടി എന്തായാലും വൃത്തിയാക്കി ഇട്ടേക്കുമായിരിക്കുമല്ലോ. അടിയും എല്ലാം കൊള്ളാം. റൂഫും നല്ല വൃത്തിയായിട്ട് ഇരിപ്പുണ്ട്, ഒരു കുഴപ്പമില്ല. എത്രയാണ് ചോദ്യം? ഇത് 1,15. അത് ഫൈനലായിട്ടുള്ള പ്രൈസാണ്. എത്രയാ? 1,15,000. 1,15. മുന്നോട്ടുമില്ല പിന്നോട്ടുമില്ല. ഇന്നോവ ക്രിസ്റ്റ 2017 മോഡൽ, 1,00,000 കിലോമീറ്റർ. ഒന്ന് കഴിഞ്ഞു. സിംഗിൾ ഓണറാണ്, കമ്പനിയിലാണ് സർവീസ്. സർവീസ് ബുക്ക് കാര്യങ്ങളെല്ലാം ഉണ്ട്. ഇത് നമ്മളെ കേരള വണ്ടി തന്നെ അല്ല, അതർ സ്റ്റേറ്റ് ആണ്. കേരളയിലോട്ട് ആക്കിയിട്ടുണ്ടോ? ആക്കിയിട്ടില്ല. വരുന്ന കസ്റ്റമർക്ക് ഇവിടുത്തെ റോഡ് ടാക്സ് അടച്ച് രജിസ്റ്റർ ചെയ്ത് കൊടുക്കും. എത്ര ചോദ്യം? നമ്മുടെ 15,75 ചോദിക്കുന്നത്. അത് അതിനകത്ത് ചെറിയ രീതിയിൽ എന്തെങ്കിലും ചെയ്യാം. ഇതിപ്പോ ഒറിജിനൽ കേരള വണ്ടി ആണെന്നുണ്ടെങ്കിൽ ഒരു 17 ലക്ഷം രൂപ മേളിൽ കൊടുക്കണം. 15-ന് മേളിൽ. അത് എങ്ങനെ? അതായത് കേരള വണ്ടി ആണെങ്കിൽ പോലും ഇതേ ക്വാളിറ്റി ഉണ്ടാവത്തില്ല, അത്ര നല്ല ക്വാളിറ്റിയാണ് വേണ്ടി. അപ്പം റീപ്ലേസ്മെന്റ് ഒന്നുമില്ല. ഇത് എങ്ങനെ വേരിയന്റ്? അതെ, ടോപ്പ് ആണോ മീഡിയം? GX ആണ്. ബേസ് മോഡലാണ്. 2018-19 രജിസ്ട്രേഷൻ. സ്വിഫ്റ്റ് VDI. എന്തോ ഓടി? ഡീസലാണ്. 90,000 കിലോമീറ്റർ. 90 ഓടി. ടാക്സിയാണ്. ടാക്സി നമ്മൾ മാറ്റി കൺവെർട്ട് ചെയ്ത് പ്രൈവറ്റ് ആക്കി കൊടുക്കാം. ടാക്സിയുടെ ആവശ്യക്കാരുണ്ടെങ്കിൽ ടാക്സിക്ക് കൊടുക്കാം. ടാക്സിയിലും കൊടുക്കാം. നിലവിലിപ്പോൾ ടാക്സിയാണ്. ടയേഴ്സ് ഒക്കെ നല്ല ടയർ ഇടവുണ്ട്. വണ്ടിക്കകം കൊള്ളാം, വൃത്തിയിടൊന്നുമില്ല. അത്യാവശ്യം നല്ല വൃത്തിയായിട്ട് നീറ്റായിട്ടാണ് ഇരിക്കുന്നത്. ഫോർഡ് പവറിൻ്റെ അല്ലേ? എത്ര ചോദിക്കുന്നേ? ഇത് 6 ലക്ഷം രൂപ. 6 ലാസ്റ്റ് പ്രൈസ് ആണോ? അതിനകത്ത് ടാക്സി പർപ്പസിൻ്റെ ഇതാണ് റേറ്റ് പറഞ്ഞത്. അല്ല, സോറി, പ്രൈവറ്റിൻ്റെ.
പ്രൈവറ്റ് ആക്കി കൊടുക്കുന്ന റേറ്റാണ് പറഞ്ഞിരിക്കുന്നത്. പറഞ്ഞത്. ആ, അല്ലാതെ ടാക്സി ആണെങ്കിൽ നമുക്ക് എന്തെങ്കിലും കൂടെ കുറച്ച് കൊടുക്കാം. ആ, ഇത് 2011 മോഡൽ വാഗണർ LXi ആണ്. ഇത് വണ്ടി ഇപ്പോൾ വന്നിട്ടേ ഉള്ളൂ. കുറച്ച് പെയിന്റിങ്ങിന്റെ വർക്കുകളൊക്കെ ഉണ്ട്. നമ്മൾ ചെയ്തിട്ടില്ല. ഓക്കെ. എത്ര ഓടി? ഡോറിലൊക്കെ ചെറിയ സ്ക്രാച്ച് ഒക്കെ ഉണ്ട്. എത്ര ഓടിയിട്ടുണ്ട്? 52,000 കിലോമീറ്റർ. 52 കിലോമീറ്റർ ഒക്കെ ജെന്യൂൻ ആണ്. കിലോമീറ്റർ ജെന്യൂൻ ആണ്. സിംഗിൾ ഓണർ ആണ്. കമ്പനി സർവീസ് ആണ്. സീറ്റ് ഇതിനകത്ത് ഫ്രണ്ട് ഗ്ലാസ് റീപ്ലേസ്മെന്റ് ഉണ്ട്. ഇടിച്ചിട്ടുണ്ട്. ആ, അതെങ്ങനെയാണ്? ഈ മേജർ ഇടിയാണോ അതോ? ഇല്ല, ശരി, അവർ തേങ്ങ വീണിട്ടുണ്ടെന്നാണ് പറഞ്ഞിരിക്കുന്നത്. പക്ഷേ വണ്ടി തുറന്നു നോക്കി ഗ്ലാസ് മാത്രമേ പോയിട്ടുള്ളൂ, വേറെ ഒന്നുമില്ല. ബമ്പറും ബോണറ്റും ഒന്നും മാറിയിട്ടൊന്നുമില്ല. ഓക്കെ. ടയേഴ്സൊക്കെ നല്ല ടയേഴ്സ് കിടപ്പുണ്ട്. എത്ര ചോദിക്കുന്നേ? നമുക്കിത് പെയിന്റിങ്ങിന് വർക്കുകളൊക്കെ കുറച്ചുണ്ട്. അതെല്ലാം ക്ലിയർ ആക്കി 2,25,000 രൂപ കൊടുക്കാം. 2,25,000. എന്തോ ഓടിയ വണ്ടിയാ? 53,000 കിലോമീറ്റർ. 53 ഓടി. അപ്പോൾ നമ്മളെ വണ്ടിയുള്ള വിശേഷങ്ങളും കാര്യങ്ങളും എല്ലാം അവസാനിച്ചിട്ടുണ്ട്. പറഞ്ഞ പോലെ 68 രൂപയെ തുടങ്ങി കണ്ടമാനം 17-16 ലക്ഷം രൂപ വില വരുന്ന ഇന്നോവ ക്രിസ്റ്റ വരെയുള്ള വണ്ടികൾ ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എടുക്കാൻ താല്പര്യപ്പെടുന്നവർ തീർച്ചയായിട്ടും കോൺടാക്ട് ചെയ്യുക. നിങ്ങൾ പ്രതീക്ഷിക്കുന്ന വണ്ടികളെല്ലാം ഞാൻ കാണിച്ചു തന്നിട്ടുണ്ട് എന്നുള്ളതാണ് എൻ്റെ ഒരു വിശ്വാസം. അപ്പോൾ ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഉപകരിച്ചാണെന്ന് വിശ്വസിക്കുന്നു. പിന്നെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്ന സുഹൃത്തുക്കളുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്ത് തരണം. അപ്പോൾ നിങ്ങളുടെ സപ്പോർട്ടൊക്കെ പ്രതീക്ഷിച്ചുകൊണ്ട് നമ്മൾ അടുത്ത വീഡിയോ വരും വരെ ബൈ.